ആറന്മുളയിൽ വീണ്ടും വെള്ളം കയറുമ്പോൾ 2018 പ്രളയത്തിൽ ഒട്ടേറെ പേർക്ക് രക്ഷകനായെത്തിയ VJ മത്തായി ഇപ്പോഴും അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതനാണ്. 2018 പ്രളയത്തിന്റെ ഓർമ്മകൾ, അങ്ങനെ ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ട് വെള്ളം കയറും? ഉണ്ട്. 2018 വെള്ളപ്പൊക്കത്തിന് നല്ല ആശങ്കയോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും വെള്ളം പൊങ്ങി വന്നപ്പോഴത്തേനും മിനിറ്റ് കണ്ടാണ് വെള്ളം പൊങ്ങി വന്നപ്പം അവിടുന്ന് വിളിച്ച് പറഞ്ഞു 13 മീറ്റർ വെള്ളം പൊങ്ങും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തു. അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അപ്പം മുതൽ ഞങ്ങളെ ഒഴിപ്പിച്ച് ആറന്മുള സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് അതിൻ്റെ ഓഡിറ്റോറിയത്തിലും പുന്നന്തോടം ദേവീക്ഷേത്രത്തിൻ്റെ മന്ദിരത്തിലുമാണ് ഒരുപാട് ആൾക്കാരെ എത്തിച്ചത്. പിന്നെ ഒത്തിരി പേരെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെയൊക്കെ തെക്കേമല കൊണ്ടുവന്ന് വിട്ട് പിന്നെ എലന്തൂര് പോയി. അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവനും ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ എല്ലാം മണ്ടയ്ക്ക് 2-3 പേര് അറിയാതിരിക്കുന്നവരും ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ കൊച്ചുവെള്ളം കൊണ്ട് ചെന്ന് പൊക്കിയെടുത്ത് അവരപ്പോഴത്തേനെ കുഴഞ്ഞിരിക്കുക. അവർക്ക് ഉടനെ ഞങ്ങളുടെ വള്ളത്തേൽ വെള്ളം ഉണ്ടായിരുന്നു, കുടിവെള്ളവും കൊടുത്ത് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവരെ വള്ളത്തെ കയറ്റി നേരെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ അവിടോട്ട് വിടുമായിരുന്നു. അന്നും മത്തായിച്ചന് ഈ ആളുകളെ രക്ഷിക്കാൻ തുടങ്ങിയത് ഈ കുഞ്ഞു വെള്ളമാണ്. ഈ വള്ളം തന്നെയാണ് അന്നും. ഈ കുഞ്ഞു വള്ളമാണ് ഇത്. വള്ളം കുഞ്ഞാണെങ്കിലും ഒട്ടേറെ ജീവനുകൾ രക്ഷിച്ച ഒരു ചരിത്രമുണ്ട് ഈ വള്ളത്തിന്. ഒരുപക്ഷെ ഇതിൽ ഒരു 5 പേരെയൊക്കെ നമുക്ക് 5 പേരെ നമ്മൾ പരിചയമുള്ളവർക്കാണെങ്കിൽ ഒരു 5 പേർക്ക് കൊണ്ടുപോകാം. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഈ വള്ളം കയറി ചെല്ലുന്നിടത്ത് ഈ ബോട്ടോ അതുപോലെ തന്നെ വേറെ ഒരു സംഗതിയോ കയറി ചെല്ലാൻ ഒക്കത്തില്ല. ഈ കുഞ്ഞു വള്ളമാകുമ്പോൾ എല്ലാവരുടെ വീട്ടുകളിൽ ചെന്ന് 2ാം നിലയിലാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ അടുപ്പിച്ച് ഇവരെല്ലാം പൊക്കിയെടുത്താണ് ഈ വള്ളത്തെ കയറ്റിയേക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഭക്ഷണമൊക്കെ എത്തിക്കാൻ പോവാം. ഇനിയിപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇനി വീട്ടുകളിൽ താമസിക്കുന്നവരുണ്ട്. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാം വീട്ടുകളിൽ കൊണ്ടുവന്ന് ഭക്ഷണം എത്തിക്കണം. അല്ല, നമ്മൾ ഈ ബോട്ടിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാൻ ഒക്കത്തില്ല. ഈ അന്ന് 2018 പ്രളയത്തിലായാലും ഇപ്പോഴായാലും വെള്ളം കയറുമ്പോൾ ഒക്കെ ഇങ്ങനെ സ്വമേധ ആരെങ്കിലും പറയാണോ മത്തായിച്ച ഒന്ന് രക്ഷിക്കണം? സ്വമേധയല്ല, നമ്മൾ സ്വമേധ തന്നെ ചെയ്യുക. അപ്പൊ ഈ മത്തായിച്ചൻ ഈ പ്രായമൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അദ്ദേഹത്തിന്, അതൊക്കെ മറികടക്കാം. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. സത്യത്തിൽ മത്തായിച്ചന്റെ കഥ ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് കേട്ടതാണ്. അപ്പൊ മത്തായിച്ചൻ ഒരു പുലിക്കുട്ടി തന്നെയാണ്. കാരണം ഇത് ഒന്നും പ്രളയമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അന്ന് ഇവിടെയുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വെള്ളം കയറിയപ്പോൾ അവിടെ കുടുങ്ങിക്കിടന്ന അന്ന് പ്രാണൻ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് നിലവിളിച്ച ആളുകളുണ്ട്, ഭക്ഷണം പോലും കിട്ടാതെ. അവർക്കൊക്കെ രക്ഷകരായ അതിന് നേതൃത്വം നൽകിയ പ്രധാനിയാണ്, ഈ നാട്ടുകാരൻ കൂടിയാണ്. ഈ കുഞ്ഞു വെള്ളമാണെങ്കിലും ഇത് എത്ര പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് ഈ നാട്ടുകാർക്കറിയാം. അപ്പം ഇപ്പോഴും അവർക്ക് വലിയ ആശങ്കയുണ്ട്, ഇനിയും വെള്ളം കയറുമ്പോൾ മഴ പെയ്യും. ആ ഘട്ടത്തിലൊക്കെ പഞ്ചായത്ത് മെമ്പർ മലപ്പുറത്ത് 2ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ, ഇതിന്റെ ഭാര്യ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് ഇവർ. അങ്ങനെ ഇവരൊക്കെ ചേർന്ന്, ഈ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ നാട്ടുകാർക്ക് രക്ഷിക്കാനും മുന്നിലുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, റിപ്പോർട്ടർ പത്തനംതിട്ട.